വെൽക്കം ബാക്ക് ടു കൈറ ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു നൈറ്റി തപ്പി പിടിക്കാം. ഈ നൈറ്റി തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഈ നൈറ്റിയെ നമുക്കൊന്ന് ഫ്രോക്ക് നൈറ്റി ആക്കി മാറ്റാം. അങ്ങനെ ഈ നൈറ്റിക്ക് നല്ലൊരു പാറ്റേണും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് നിവർത്തിയെടുത്തിട്ട് മാനിക്യൂറിലിട്ട് നിങ്ങളെ ഒന്ന് ഫുൾ ലുക്ക് ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ഫ്രണ്ട് എവിടെ? ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. അങ്ങനെ മാനിക്യൂറിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക്. അപ്പോൾ ഒരു 3/4 സ്ലീവും ഒക്കെ വന്നിട്ട് നല്ല ലെങ്തിൽ ഉള്ളൊരു നൈറ്റിയാണിത്. ഫ്രോക്ക് നൈറ്റി ആക്കി മാറ്റിയാൽ എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് വേറൊരു ഫാബ്രിക് വച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇത് നിലനിർത്താം, അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം അല്ലേ. കാരണം ഇത് കാണുമ്പോഴേ ഒരു നൈറ്റിയുടെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കളയുന്നുണ്ട്. അപ്പോൾ ഈ നൈറ്റിയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നൈറ്റി, നമ്മുടെ കയ്യിലുള്ള നൈറ്റിയുടെ പിക്കും അതുപോലെ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഫ്രോക്ക് നൈറ്റിയുടെ പിക്കും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ കൈയാണ് താഴെ ഞാൻ നിവർത്തി വരച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന് കട്ട് ചെയ്ത് ബാക്കി പോർഷൻ, താഴെയുള്ള ബാക്കി പോർഷൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മിഡിലായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ പഫ്സിന് ഉള്ള ഇതും കൂടെ കൊടുത്ത് താഴെ ഇലാസ്റ്റിക്കും വെച്ചാൽ മതി. ഇനി താഴത്തെ പോർഷൻ ആണെങ്കിൽ 2 ഇതായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നു. ഇത്രയും ചേഞ്ചസാണ് ഞാൻ കൊടുക്കുന്നത്. നെക്കിൽ ഞാനൊരു ലേസും പറ്റുമെങ്കിൽ ഒരു സ്ട്രാപ്പ് വള്ളിയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റിയിലെ കൈയൊക്കെ റിമൂവ് ചെയ്തു. ഞാൻ കഴുത്തിൻ്റെ അവിടത്തെയും റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡർ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഷോൾഡർ കുറയ്ക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഞാൻ ശകലം ഒന്ന് ഷോൾഡർ ഒന്ന് ഷേപ്പ് ചെയ്ത് കുറയ്ക്കുന്നുണ്ട്. പിന്നെ ആ ഷേപ്പ് ഫ്രണ്ട് ഷോൾഡർ ഒന്ന് കുഴിച്ചും കൂടി വെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തിട്ടുള്ള ലുക്കാണ്. ഫ്രണ്ട് ഷോൾഡർ കുറച്ചൊന്ന് കുഴിച്ച് വെട്ടിയിട്ട് ഉണ്ട്, ശകലം ഒരു 1/4 ഇഞ്ച് അത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലെങ്ത് നമുക്ക് എത്ര വേണമെന്നാണ്. 40 എടുക്കാം, 41 എടുക്കാം. അപ്പോൾ ഞാനൊരു 41 എടുക്കുവാണ്. പിന്നെ തയ്യൽ തുമ്പൂടെ പോയിട്ട് ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നു. അതായത് 41.5 അതിൽ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. അവനെ കട്ട് ചെയ്യാനായിട്ടെല്ലാം വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ലെങ്ത്, താഴത്തെ ലെങ്ത് എന്ന് പറയുന്നത് 12.5ആണ്. അപ്പോൾ കറക്റ്റ് ഇതിൽ മിഡിലിൽ പിന്നെ ഒന്നുകൂടെ കട്ട് ചെയ്യണം. പക്ഷെ അങ്ങനെയും കട്ട് ചെയ്യാൻ പോകരുത്, കാരണം താഴെ ഇത് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത് മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലെ പോർഷന് മടക്കി അടിക്കണം. അതുകൊണ്ട് നമുക്കൊരു കുറച്ചും കൂടെ ഒന്ന് ലെങ്ത് ഇട്ടിട്ട് മുകളിൽ മുറിക്കുക. അതായത് ഒരു 7 ഇട്ടിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മടക്കി അടിച്ച് വരുമ്പോഴത്തേക്ക് 2 ഒരേ സൈസാവും. അപ്പോൾ ഒരെണ്ണം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് താഴെ അടിയിലൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കണം. അതിനുശേഷം അതൊന്ന് അറ്റാച്ച് ചെയ്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചു, പക്ഷേ അതിൽ ആയിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ എന്തായാലും അത് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫ്രില്ലെടുത്ത് ഇതാണ് കാണിക്കുന്നത്. ഫ്രില്ല് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒന്ന് ഇളകി പോകാതിരിക്കാനും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഇതിൽ ഓർത്തത് ഈ ഫ്രില്ലിൻ്റെ അവിടെ ഒരു ലേസ് വെച്ചാൽ എങ്ങനെയുണ്ടത്. അപ്പം നിങ്ങൾ നേരത്തെ ടോപ്പ് അടിക്കുന്നതിന് മുമ്പ് ലേസ് വെച്ചിട്ട് അങ്ങ് ഫിനിഷ് ചെയ്താൽ മതി, ഒറ്റ അടി അടിച്ചാൽ മതി. ഇനി കഴുത്തിൽ ഞാൻ ഇത് വെച്ച് നോക്കുന്നുണ്ട് നമ്മുടെ ഈ ലേസ്. അപ്പോൾ അത് മാച്ച് ആവുന്നു എന്ന് നോക്കുന്നുണ്ട്. അപ്പം കൊള്ളാം, അത് വെച്ചപ്പോൾ കൊള്ളാമെന്ന് തോന്നി. ആ കഴുത്തിലും അതുപോലെ തന്നെ ഈ ഫ്രില്ല് അല്ല ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലേസ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത കൈയും കൂടെ ഉള്ളൂ. കൈ എനിക്ക് നിവർത്തി വെച്ചാൽ 3 പോർഷനായിട്ടാണ് കിട്ടിയത്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് 3/4 കൈയാണെന്ന്. അപ്പോൾ അതിൽ താഴത്തെ ഇത് നമുക്ക് വേണ്ട. അത് നമുക്ക് പറ്റുമെങ്കിൽ അതൊരു സ്ട്രാപ്പായിട്ട് യൂസ് ചെയ്യാം. അത് പിന്നീട് ആവശ്യം വരും. അങ്ങനെ ഇത് നേരത്തെ ഞാൻ ട്യൂട്ടോറിയൽ പിക്ക് കാണിച്ച പോലെ അതിൻ്റെ മിഡിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഈ സ്ലീവിൻ്റെ അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്ലീവും കൂടെ അതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 സ്ലീവ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇതൊന്ന് പഫ് സ്ലീവ് ആക്കി മാറ്റണം. അതിനൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ച് കൊടുത്ത് കുറച്ചൊന്ന് ലെങ്ത് വേണമെങ്കിൽ ഒന്ന് കുറച്ചും കൂടെ എടുക്കാം. അങ്ങനെ എൻ്റെ ഫ്രണ്ട് പോർഷൻ ഒരു നോച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുവരെ നമുക്ക് ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ടാണ്, പഫ് സ്ലീവിൻ്റെ ഞൊറിവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഞൊറിവ് കൊടുത്തു, മറ്റേ സൈഡ് ഞാൻ കൊടുക്കുന്നത് ഇലാസ്റ്റിക്കാണ്. അത് ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. ആദ്യം ഇത് കൊണ്ടുപോയി ഇതൊന്ന് അറ്റാച്ച് ചെയ്യുക.
അങ്ങനെ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് എന്ത് വെക്കണം, ഇലാസ്റ്റിക് വെക്കണം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ട എല്ലാവർക്കും സംശയമുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൽ നല്ല വലിവുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 3/4% ഓളം നമ്മൾ എടുക്കുന്ന ലെങ്തിൻ്റെ 3/4% എടുത്തിട്ട് ഒന്ന് വലിച്ചു പിടിച്ചൊന്ന് തയ്ച്ചാൽ മതി. അതാണ് ഇലാസ്റ്റിക്കിൻ്റെ കാര്യം. പിന്നെ ബാക്കി എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ നേരത്തെ ആ ഒരു സ്ട്രാപ്പ്, 2 സൈഡിലുള്ള സ്ട്രാപ്പ് കൂടെ ചെയ്തെടുക്കാനായിട്ട് ഞാനിതൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി ഇവിടെ കൊടുക്കുമ്പോൾ ഇത്രയും ലെങ്തിൽ നമുക്ക് അത്യാവശ്യം ലെങ്തിൽ അതിൻ്റെ സ്ട്രാപ്പ് കിട്ടും. അങ്ങനെ അടുത്ത ഒരെണ്ണവും കൂടി അപ്പുറത്തെ കൈയുടെ ബാക്കി പോർഷനും കൂടെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ മറിച്ചിടാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ പപ്പടം കുത്തി പപ്പടം കോലൊക്കെ ഇല്ലേ, അത് വെച്ച് പെട്ടെന്നൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ അതൊന്ന് പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും. ഒരേ ലെങ്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എത്രയാണോ നമ്മൾ ഏകദേശം ഒരു 12.5 അല്ലെങ്കിൽ 13-13.5 നമ്മൾ ബ്രസ്റ്റ് പോർഷൻ കഴിഞ്ഞതിന് തൊട്ട് താഴെ വെച്ചിട്ട് വള്ളി അറ്റാച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ഷേപ്പിൽ കിടക്കും. അങ്ങനെ ഞാനിവിടെ വള്ളി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞു. ഇത് തിരിച്ച് ഞാനിതൊന്ന് മാനിക്യൂറിൽ ഇട്ട് കാണിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പം ഞാനും കൂടി ഇതൊന്ന് ഇട്ട് കാണിക്കാം നിങ്ങളെ. എന്തായാലും മാനിക്യൂറിൽ ഇട്ടുന്ന പോലെ അല്ലല്ലോ, ഒരാൾ ഇട്ട് കാണിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട്, നേരത്തെ ലുക്ക് ഈ ലുക്കും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് വീഡിയോ എടുക്കാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക. ബൈ ബൈ.